ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. സ്പെഷ്യലി ദോശ. മസാല ദോശയൊക്കെ ഇതെനിക്ക് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുളവായി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മസാല ദോശയേക്കാൾ എനിക്കിഷ്ടം ഇതെനിക്ക് കുഞ്ഞു കുഞ്ഞു കുട്ടി ദോശ ചുടാനാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഇതെനക്ക് ഒരു വഴുതനങ്ങ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് നമ്മൾ നേരെ ഇന്ന് ഡ്രോയിങ് ക്ലാസ്സിൽ പോവുകയാണ്. സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് ഡ്രോയിങ് ക്ലാസ് ഉള്ളത്. അന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പരിപാടികളൊന്നും ഇല്ല. ബാക്കി എല്ലാം അമ്മ നോക്കിക്കോളും. നമുക്ക് നേരെ ക്ലാസ്സിന് പോവാം. സാധാരണ എനിക്ക് ക്ലാസ്സിൽ വരയ്ക്കാനായിട്ട് ഒരു പടം തരും, അത് നോക്കി വരയ്ക്കുക എന്നുള്ളതാണ് എന്റെ പരിപാടി. പക്ഷെ ഇന്ന് എനിക്ക് ചെന്നപ്പം ഒരു പടം തന്നെ വരയ്ക്കാനാണ് പറഞ്ഞത്. ഒരു ലാൻഡ്സ്കേപ്പിന്റെ, ഒരു മലയുടെയും മരത്തിന്റെയും ഒരു മേഘത്തിന്റെയും ഒക്കെ തുടക്കം ഇട്ട് തന്നിട്ട് ബാക്കി അങ്ങ് വരച്ചോളാൻ പറഞ്ഞ് എന്റെ കയ്യിലോട്ട് തന്നു. പക്ഷെ എനിക്കത് നല്ല ടെൻഷൻ ഉണ്ടാക്കി. കാരണം എനിക്ക് വരയ്ക്കാൻ അറിയില്ലായിരുന്നു. കയ്യിൽ കിട്ടിയ സാധനം അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിൽ നല്ലത് ഒന്ന് ട്രൈ ചെയ്യുന്നതല്ലേ എന്ന് ഞാനും കരുതി. പിന്നെ നമുക്ക് ഇന്നൊരു പുതിയ സാധനം കിട്ടിയ കേട്ടോ. ഇതാണ് ഐറ്റം. ഇതിന്റെ പേര് ബ്ലെൻഡിങ് സ്റ്റെം എന്നാട്ടോ. അയ്യോ, അങ്ങനെയാണോ പറയുന്നത് അറിയില്ല. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞതാ ഇതേ കണക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നും ബ്ലെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അഭിനവ് വന്നിട്ടില്ലായിരുന്നു. ഇന്ന് അങ്ങനെ അഭിനവ് വന്നിട്ടുണ്ട്. അഭിനവ് ഇപ്പോൾ ഒരു ഹായ് പറയും. അഭിനവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ വീഡിയോയിൽ വരുന്നതൊക്കെ. എന്റെ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇത് കണ്ടു അത് കണ്ടു എന്നൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട്. അഭിനവ് വന്നപ്പോഴേ മോൻ വരച്ചൊരു ഫോട്ടോ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഫോട്ടോ അല്ല, ഒരു പടം. ദാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്റർവെൽ ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള രംഗങ്ങളാണിത് കേട്ടോ. ഫോണിന്റെ മുമ്പിൽ ഇതേണൊക്കെ കൈ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തേക്കുന്നതിന്റെ കാര്യം തന്നെ ഫുൾ അലമ്പാണ് കേട്ടോ. എന്നോട് ആദ്യമേ മേഘമാണ് വരയ്ക്കാൻ പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ കരുതി ആർഷ ഒന്ന് കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ മൊത്തം ഇരുന്ന് മായ്ക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് ആർഷ എടുത്തിട്ട് പോയപ്പോൾ ഉള്ള രംഗങ്ങളാണിത്. ഈ വികൃതികളൊക്കെ ഇന്റർവെൽ ടൈമിലേ പറ്റത്തുള്ളൂ കേട്ടോ. ക്ലാസ് ടൈം ഇതൊന്നും അവിടെ നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ പടത്തിന്റെ മരവും മലയും മേഘവും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ആർഷയെ വീണ്ടും കൊണ്ടുവന്ന് കാണിച്ചു. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചില്ലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അല്ല, അങ്ങനെയാണ് അവിടെ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓടി ആർഷ എടുത്തോട്ട് ചെല്ലാം. ആർഷ അപ്പോഴേ നമുക്കത് ക്ലിയർ ചെയ്തു തരും. അങ്ങനെ ഇന്നത്തെ വരയ്ക്കൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. കുട്ടികളൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. എനിക്കും വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് ഇനി ഏട്ടനെ കൊണ്ട് കാണിക്കാതെ ഒരു സമാധാനമില്ല. വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഞാൻ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുന്ന ഏട്ടനെയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണ്ണീക്കുന്നത്. ഒട്ടും ക്ഷമയില്ലാത്ത ഞാൻ വരച്ച പടമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഏട്ടനങ്ങ് കാണിച്ചു കൊടുത്തു. വരച്ച പടം സത്യം പറഞ്ഞാൽ ഏട്ടന് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ വരച്ചാന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് പുതിയ കിട്ടിയ സാധനങ്ങളും ഒക്കെ ഞാൻ ഏട്ടനെ കാണിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട മാങ്ങാച്ചാറും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മണിയമ്മ ഉണ്ടാക്കിയ മീൻകറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. ഈ വഴുതനങ്ങ വറുത്തത് അടിപൊളിയാണ്. കടലമാവൊക്കെ ചേർത്ത് വറക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ്. റെസിപ്പി ആണെങ്കിൽ പറയണേ, അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.